നമ്മൾ കുറേ ദിവസമായില്ലേ ടിപ്പ് ഓഫ് ദ വീക്ക് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, മാഡം ടിപ്പ് ഓഫ് ദ വീക്ക് പറയുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ചില ടിപ്സ് ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുമ്പോൾ ഞാനങ്ങ് പറയുന്നതാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ ആഴ്ചയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയട്ടോ. അപ്പോൾ അങ്ങനെ സജഷൻസ് നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഡയറ്റ് പ്ലാൻ ഒന്ന് പറയുമോ എന്ന് കഴിഞ്ഞ ദിവസവും 2-3 പ്രാവശ്യം ഞാൻ പറയാമെന്ന് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഡയറ്റ് പ്ലാൻ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, എങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, തടി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സ്ലിമ്മായിട്ടിരിക്കുക എന്നുള്ളതല്ല, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മസ്റ്റായിട്ടുള്ള കാര്യം. നമ്മൾ എങ്ങനെ ഇരുന്നാലും ഹെൽത്തി ആയിട്ടിരിക്കുക, ഒരു അസുഖങ്ങളൊക്കെ വരാതെ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡയറ്റ് പ്ലാൻ പറയാനുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് ഓരോരുത്തർക്ക് ഓരോ രീതികളായിരിക്കുമല്ലോ. ഇപ്പോൾ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ഒന്നും കഴിക്കാതെ തന്നെ തടി വെക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഡയറ്റ് പ്ലാൻ പറയാനാണെങ്കിൽ ഞാൻ ആക്ച്വലി അധികം തടി വെക്കാത്ത ഒരാളാണ് കേട്ടോ. പിന്നെ വയറൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഒരു ഡെലിവറി കഴിഞ്ഞ എല്ലാ സ്ത്രീകളുടെയും പ്രശ്നമാണ് വയറുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ വയറ് മാക്സിമം നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം എൻ്റെ മെയിൻ ടിപ്പെന്ന് പറഞ്ഞാൽ ചോറ് ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ. ചോറ് ഇത്രയും, അതായത് 1 കപ്പ് ചോറ് കഴിക്കാറുണ്ട് ഉച്ചയ്ക്ക്, അല്ലാതെ ഞാൻ ചോറ് കഴിക്കാറേ ഇല്ല. അപ്പം മെയിനായിട്ട് നിങ്ങൾ ചോറ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ചോറൊന്നും മാറ്റി നോക്കുക, വയറ് നന്നായിട്ട് കുറയും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും വയറുണ്ടെങ്കിലും വയറ് കുറച്ച് കാണാത്ത രീതിയിൽ അങ്ങനത്തെ ഡ്രസ്സസ് വെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഡ്രസ്സിങ്ങിലും കുറേയൊക്കെ നമ്മുടെ ഷേപ്പും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് വെയർ ചെയ്താൽ തന്നെ നമ്മുടെ ലുക്ക് മാറും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ചോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ചോറ് കുറയ്ക്കുക. പിന്നത്തെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ടൈറ്റായിട്ടുള്ള എന്തെങ്കിലും വയറിൽ ഇങ്ങനെ കെട്ടുന്ന പോലെ, ഇപ്പം ഞാൻ വീട്ടിൽ റാപ്പ് അറൗണ്ട് സ്കേർട്ടാണ് യൂസ് ചെയ്യുന്നത് അധികവും. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അമ്മമാരും എൻ്റെ ഒരു വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മ എൻ്റെ കൂടെ എൻ്റെ ഏറ്റവും പെറ്റായിരുന്നു അവിടെ. ഞാൻ വല്യമ്മച്ചിയുടെ ഏറ്റവും വലിയ പെറ്റായിരുന്നു. ഉമ്മച്ചിയെക്കാട്ടിൽ കൂടുതൽ വല്യമ്മച്ചിയായിട്ടായിരുന്നു കൂടുതൽ. അപ്പോൾ വല്യമ്മച്ചി എപ്പോഴും പറയുന്നൊരു കാര്യം, നന്നായിട്ട് മുണ്ട് മുറുക്കി എടുക്കണം മോളെ എന്ന് പറയും. ഡെലിവറി കഴിഞ്ഞ് നമ്മളിങ്ങനെ മുണ്ടെടുപ്പിക്കുമല്ലോ അന്നൊക്കെ, ആ സമയത്തൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ മുണ്ടെടുക്കുമായിരുന്നു. ആ ഒരു ശീലം ഞാൻ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ റാപ്പ് അറൗണ്ടാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാപ്പ് അറൗണ്ട് നമുക്ക് നന്നായിട്ട് ടൈ ചെയ്ത് വെക്കാൻ പറ്റും. ശരിക്കും അങ്ങനെ ടൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബെൽറ്റൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ്ഫുള്ളാണ് ഈ ഒരു ടൈ ചെയ്ത് നമ്മൾ റാപ്പ് അറൗണ്ട് സ്കേർട്ടോ അങ്ങനെ എന്തെങ്കിലും ടൈറ്റ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ യൂസ് ചെയ്താൽ അതൊരു പ്രയോജനമാണ് കേട്ടോ. അപ്പം വയറ് കുറയാൻ വേണ്ടി മാക്സിമം എല്ലാവരും വീട്ടിലൊക്കെ ടൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന്, അല്ലെങ്കിൽ ഒരു അണ്ടർ സ്കേർട്ട് ആണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുക. ഫ്രീ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇടുമ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമായിട്ടോ, എനിക്കത് പ്രയോജനം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് റാപ്പ് അറൗണ്ട് കൂടുതൽ യൂസ് ചെയ്താൽ നല്ലതാണ്. നന്നായിട്ട് ടൈ ചെയ്ത് വലിച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ വയറ് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയാൽ കുറയും. പിന്നെ കുറയുമെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി ചെയ്ത എല്ലാ സ്ത്രീകൾക്കും കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും, വയറുണ്ടാവും. പിന്നെ സിസേറിയൻ കഴിഞ്ഞവർക്ക് ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമുക്ക് കെട്ടിവെക്കാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റിച്ചൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ അങ്ങനെ ഒന്ന് ടൈ ചെയ്ത്, ഇപ്പോഴത്തെ പിള്ളേർ ആരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ആക്ച്വലി. അപ്പോൾ ടൈ ചെയ്ത് വെച്ചാൽ കുറച്ച് വയറ് കുറയും. പിന്നെ ഡ്രസ്സിങ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈവനിങ്ങിൽ എപ്പോഴും ചോറ് മാക്സിമം ഒന്ന് ഒഴിവാക്കി നോക്കുക, വയറ് നന്നായിട്ട് കുറയും. നിങ്ങൾ കേൾക്കുന്നവരൊന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ വൈകിട്ട് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും, ചപ്പാത്തി കഴിച്ചാൽ വണ്ണം കുറയുമെന്നല്ല, 1-2 കഴിക്കുക, മാക്സിമം കുറച്ചിട്ട് കഴിക്കുക. പിന്നെ ഞാൻ മെയിൻ ചെയ്യുന്ന കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെടാത്തതാണെങ്കിലും എനിക്കൊരു ലിമിറ്റുണ്ട്. ഞാൻ എപ്പോഴും വയറിൽ സ്പേസ് ഇട്ടിട്ടാണ് കഴിക്കുകയുള്ളൂ. ആര് നിർബന്ധിച്ചാലും എന്ത് പറഞ്ഞാലും ഒരു ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കും. പിന്നെ പ്രത്യേകിച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ എല്ലാവരും പറയാറുണ്ട്, ഞാനും ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റെഗുലർ അല്ലായിരുന്നു. സുബൈക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ടൈം കിട്ടത്തില്ല നമുക്ക്. എന്തെങ്കിലുമൊക്കെ എക്സസൈസ് വീട്ടിൽ തന്നെ നമ്മൾ പെട്ടെന്നൊന്ന് രാവിലെ ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സസൈസ് വീട്ടിൽ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസസ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. എന്തെങ്കിലും ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ എണ്ണയിൽ പൊരിച്ച ഐറ്റംസ് അധികം നമ്മൾ കഴിക്കാതെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് എനിക്ക് വിശക്കും. ഞാൻ
ഫില്ല് ചെയ്ത് കഴിക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിശപ്പ് വരും. ഇവിടെ പിള്ളേർക്കറിയാം വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്സോ ഒക്കെ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം പെട്ടെന്ന് ചോക്ലേറ്റ്സ് കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ആ ഒരു സമയം കഴിഞ്ഞു കിട്ടുമല്ലോ. ചെറിയതായിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിച്ചാലും നല്ലതാണ്. നന്നായിട്ട് വിശക്കും, പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്ക്. ഫസ്റ്റ് മെയിൻ ടിപ്പ് എനിക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ചോറ് കഴിക്കാതിരിക്കുകയെന്ന്. 2 ദിവസം ചോറ് കഴിച്ചാൽ വേറെ ചാടും എന്നുള്ളത് കറക്റ്റാണ് കേട്ടോ. പിന്നെ ഡ്രസ്സിങ് ശ്രദ്ധിക്കുക. എപ്പോഴും എന്തെങ്കിലും ഒന്ന് ടൈ ചെയ്ത് വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ടൈ ചെയ്ത് വെക്കുക. അതുപോലെ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞില്ല. അപ്പോൾ 1 കപ്പ് നമ്മൾ ചോറ കഴിക്കുന്നതെങ്കിൽ എൻ്റെ ഡയറ്റ് പ്ലാനാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് നല്ല വിശപ്പുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ അത് നോക്കിയിട്ട് ചെയ്യാട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് ചോറ കഴിക്കുന്നെങ്കിൽ അതിനപ്പം തന്നെ വെജിറ്റബിൾസ് ഉണ്ടാവും. എന്തെങ്കിലും തോരനോ, നിങ്ങൾ ഉപ്പേരി എന്നാണോ പറയുന്നത് എനിക്കറിയില്ല, പല സ്ഥലത്ത് നിന്ന് പലതാണ് പറയുന്നത്. വെജിറ്റബിളിലെ തോരനെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബീൻസും പയറൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു തോരനും കൂടി ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഉണ്ടാവും. ചോറിനൊപ്പം തന്നെ അത്രയും വെജിറ്റബിൾ കഴിക്കാറുണ്ട്. പിന്നെ ഇത് എല്ലാ ദിവസവും എന്തെങ്കിലും ഫ്രൂട്ട് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഞാൻ ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ല, ഒരു ഓവറായിട്ട് ഞാൻ സ്വീറ്റ് കഴിക്കാറില്ല. എന്നാലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സ്വീറ്റ് ഞാൻ കഴിക്കാറുണ്ട്. അതാണ് ഞാൻ ഉച്ചയ്ക്ക് ചെയ്യാറുള്ളത്. വൈകുന്നേരം എപ്പോഴും ചപ്പാത്തി തന്നെ കഴിക്കുന്നത്. 2 ചപ്പാത്തിയൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ. അതുപോലെ തന്നെ മോർണിംഗിൽ രാവിലെയും ഇപ്പോൾ ദോശയോ ഇഡ്ഡലിയോ അങ്ങനത്തെ ഫുഡുകളാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ അതും ഞാൻ ഒരെണ്ണം അല്ലെങ്കിൽ മാക്സിമം 2 അതിൽ കൂടുതൽ കഴിക്കാറില്ല. ചിലപ്പോൾ ടേസ്റ്റി ഫുഡായിരിക്കും നമുക്ക് കഴിക്കാൻ തോന്നുമെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്യും. ഞാൻ മാക്സിമം ഫുഡ് കുറച്ചേ കഴിക്കാറുള്ളൂ. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. ഇതൊക്കെയായിരുന്നു എൻ്റെ ചെറിയ ടിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനി ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.